യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. പാപികൾക്കായി വരഞ്ഞാലഞ്ഞതും ആടുകൾക്കായി ജീവൻ പേടിഞ്ഞതും പാടുകൾ പെട്ടതും നാഥായക, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. നീക്കിടുവാനെല്ലാ ശാപത്തെയും പോക്കിടുവാൻ സർവശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താ, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. അറിവാൻ സ്വർഗ്ഗപിതാവിനെയും പ്രാപിപ്പാൻ വിശുദ്ധാത്മാവിനെയും വേറൊരു വഴിയുമില്ല നാഥാ, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. സ്നേഹത്തിനിടയനാമീശുവേ, വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശുനാഥാ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥാ, നീയല്ലാതാരുമില്ല. പുറപ്പാട് പുസ്തകം 32:26 വാക്യം. ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്രിസ്തുവിന്റെ പക്ഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത് തന്നോട് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്ന ദൈവജനം എപ്പോഴും ദൈവത്തോട് അടുത്തു നിൽക്കേണ്ടവരും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവം തുറന്നു തരുന്ന വഴിയിൽ കൂടെ തന്നെ നടക്കേണ്ടവരുമാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെയും നടത്തിപ്പിനെയും വില കുറച്ച് കാണുകയോ ദൈവത്തെ അവിശ്വസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യാതെ നാം സൂക്ഷിക്കുകയും ചെയ്യുന്നവരാകണം ദൈവമക്കളായി നാം എല്ലാവരും. 12 ഗോത്രങ്ങളെയും ഇസ്രായേലിൽ നിന്ന് ദൈവം വിടുവിച്ച് മരുഭൂമിയിൽ കൂടി നടത്തി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. ഹോരേബിൽ വെച്ച് മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തിന് പ്രമാണം കൊടുക്കുവാൻ തുടങ്ങുകയാണ്. മിസ്രൈമിൽ വെച്ച് വലിയ ഒരു വീണ്ടെടുപ്പാണ് അവർക്ക് ദൈവം നൽകിയത്. മിസ്രൈമിൽ അവർ അടിമവേല ചെയ്തതിൻ്റെ
കൂലിയെല്ലാം കൂട്ടി ഒരു രാത്രി കൊണ്ട് തന്നെ ദൈവം അവർക്ക് മിസ്രയീമിനെ കൊണ്ട് തന്നെ അത് കൊടുപ്പിച്ചു. മരുഭൂമിയിലും ദൈവത്തിന്റെ കരുതലും കാവലും അവർ അനുഭവിച്ചു വരുന്നവരാണ്. ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് അവർക്കറിയാം. അവരെ ഒരു വാഗ്ദത്ത നിവൃത്തിക്കായി ദൈവം തുടർന്നും കനാനിലേക്ക് നടത്തുവാൻ പോവുകയാണ്. ഇനിയുള്ള നടത്തിപ്പ് പ്രമാണപ്രകാരമാണ്. അതിനുള്ള പ്രമാണം നൽകുവാൻ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. മോശ പ്രമാണം പ്രാപിച്ച് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വൈകിയപ്പോൾ താഴ്വരയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയ ദൈവജനം തങ്ങളുടെ വീണ്ടെടുപ്പിനെയും വീണ്ടെടുപ്പുകാരനെയും ഒക്കെ മറന്ന്, ദൈവം അവർക്ക് ചെയ്തതിനെ എല്ലാം മറന്ന് നന്ദിയില്ലാത്തവരെ പോലെ തങ്ങൾക്ക് മുൻപിൽ നടക്കാൻ, തങ്ങൾക്ക് ആരാധിക്കാൻ, തങ്ങളെ സ്നേഹിച്ച് വഴി നടത്താൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരുവാൻ അഹരോനോട് ആവശ്യപ്പെട്ടു. അത് അഹരോനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യുവാൻ അവർ താല്പര്യപ്പെട്ടു. അതിൻ പ്രകാരം അഹരോൻ അവർക്കുണ്ടാക്കി കൊടുത്ത കാളക്കുട്ടിയെ തങ്ങളുടെ ദൈവമാക്കി അതിനു മുൻപിൽ കെട്ടഴിഞ്ഞാടുന്ന ഒരു വലിയ കൂട്ടം ജനം. അവർ നന്ദിയില്ലാത്തവരായി ജീവനില്ലാത്ത വിഗ്രഹത്തിന് ആരാധന അർപ്പിക്കുന്നത് കണ്ട് കോപാകുലനായ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുന്ന മോശ വിളിച്ചു പറയുന്ന ആഹ്വാനം, യഹോവയുടെ പക്ഷത്ത് നിൽക്കാനുള്ളവർ ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. പ്രിയരെ, മോശയുടെ ആഹ്വാനം തനിക്ക് ദൈവത്തോടുള്ള എരിവ് നിമിത്തമായിരുന്നു. ദൈവം തനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കുവാൻ തിരഞ്ഞെടുത്ത ജനം വിഗ്രഹാരാധന നടത്തുന്നത് കണ്ടപ്പോൾ അതിൽ വിടുവിച്ചു കൊണ്ടുവന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കുവാനുള്ള ആഹ്വാനമായിരുന്നത്. 11 ഗോത്രങ്ങളും യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാൻ താല്പര്യപ്പെട്ടില്ല. എന്നാൽ അതിൽ ഒരു ഗോത്രം അവർ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ നിന്ന് യഹോവയിൽ എരിവുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു ആഹ്വാനം. തിരഞ്ഞെടുപ്പിനുള്ള അവസരം മുൻപിൽ വെളിപ്പെടുമ്പോൾ വാസ്തവമായി യഹോവയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ ആരൊക്കെ എന്ന് വെളിപ്പെടുത്തുവാനുള്ള അവസരം പ്രിയരെ ഉപയോഗിച്ചെങ്കിലേ മതിയാകൂ. അങ്ങനെ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കി കളയരുത്. ഇവിടെ ലേവി ഗോത്രം യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാനുള്ള അവസരം ഉപയോഗിച്ചു. തങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിനു വേണ്ടി നിയോഗം സ്വീകരിക്കുവാൻ അവർക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പിനുള്ള അവസരമായിരുന്നു അവർ ഉപയോഗിച്ചത്. മോശ പർവ്വതത്തിൽ നിറങ്ങി വരുന്നത് കാത്തിരുന്ന ജനം അക്ഷമരായി. കാത്തിരിപ്പ് വൈകുമ്പോൾ, പ്രതീക്ഷിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ, ഒരു ദൈവപ്രവൃത്തി നടക്കാതിരിക്കുമ്പോൾ പ്രിയരെ അക്ഷമരായി പോകരുത്. അക്ഷമരാകുമ്പോൾ അവിടെ പിശാച് ഒരുക്കുന്ന ഒരു ചതിക്കണിയിൽ വീഴാൻ ഒരുക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയണം. തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഇതുവരെ നിരവധി വിടുതലുകൾ അനുഭവിച്ചവർ അക്ഷമരാകുമ്പോൾ തങ്ങളെ നടത്തേണ്ടതിന് വേണ്ടി വേറെ ചില സംവിധാനങ്ങൾ തേടിപ്പോകുന്ന മാരകമായ പാപം ചെയ്യുവാനിടയാണ്. ഇത് ശക്തമായൊരു സന്ദേശമാണ്, ശക്തമായൊരു മുന്നറിയിപ്പാണ്, ശക്തമായൊരു ദൂതാണ്. ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ ദൂത് കൂടപ്പുറപ്പുകളെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ നാം ഒരുങ്ങുക, നിരപ്പ് പ്രാപിക്കുക, അനുഗ്രഹിക്കപ്പെടുക, ഉണരുക. ഇവിടെ ലേവി എന്ന ആ ഗോത്രം വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന് മാറി നിന്നു. ലേവി മോശയാൽ നിയോഗിക്കപ്പെടുന്നു. തൻ്റെ സ്വന്തം സഹോദരന്മാർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ഞങ്ങൾ വിഗ്രഹത്തിന്റെ പക്ഷത്തല്ല, ഞങ്ങൾ യഹോവയുടെ പക്ഷത്താണ് എന്ന് തെളിയിക്കുവാനുള്ള തീരുമാനവും അതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന നിയോഗവും ഏറ്റെടുക്കുന്നത് അല്പം പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. എന്നാൽ അവിടെ മാനുഷിക പരിഗണനകൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഇതേ സാഹചര്യം ഇന്നും വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നേരിടേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, ക്രിസ്തുവിനെ അനുഗമിക്കണോ അതോ പിതൃപാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളിലും സമ്പ്രദായങ്ങളിലും നിൽക്കണോ? പരിശുദ്ധാത്മാവിന് നടത്തിപ്പിന് കീഴ്പ്പെടണമോ അതോ സഹോദരന്മാർക്കൊപ്പം മാതാപിതാക്കന്മാർക്കൊപ്പം നിൽക്കണോ? പിന്മാറിപ്പോയവർക്കൊപ്പം നിൽക്കണോ എന്ന ഒരു തീരുമാനം
എടുക്കുന്നതിന് നിങ്ങൾക്കൊരാഹ്വാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? വെളിയും തിരഞ്ഞെടുപ്പും ഒക്കെ അനുഭവിച്ചെങ്കിലും, നുകത്തിന്റെ അമിക്കയറുകളിൽ നിന്ന് സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെട്ടെങ്കിലും, ക്രിസ്തുവിലായി തീർന്ന് ക്രിസ്തുവിനെ നോക്കി പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നതിനുള്ള ശരിയായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കൂടപ്പുറപ്പേ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെയും സ്നേഹിതരായി കഴിഞ്ഞ്, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ സാധിപ്പിച്ച്, എല്ലാവരുടെയും തീരുമാനങ്ങൾക്കനുസരിച്ച് കാഴ്ചപ്പാടുകൾ വെച്ച്, പാരമ്പര്യ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടന്ന്, ദൈവപക്ഷത്തേക്ക് നീങ്ങുവാൻ തടസ്സമായിട്ടുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ആർക്കും സ്വർഗസിയോനിൽ ചെന്നെത്താൻ ഒക്കുകയില്ല എന്ന് തിരിച്ചറിയണം. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്കായി ലേവിയെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം തന്നെ ദൈവത്താലുള്ള പ്രത്യേക അനുഗ്രഹവും പുരോഹിത ഗോത്രം എന്ന നിലയിലുള്ള പദവിയും ഒക്കെ ലേവിക്ക് ലഭിച്ചതിന്റെ കാരണവും യഹോവയുടെ പക്ഷത്തുള്ളവൻ ഞാൻ എന്ന് തെളിയിക്കുവാനുള്ള തിരഞ്ഞെടുപ്പിന്റെ അവസരം അവർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്. കൂടപ്പുറപ്പുകളെ, നിങ്ങൾക്കും ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞവരാകാം, ലഭിക്കുവാനുള്ളവരാകാം. ഒരു പക്ഷേ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? അതോ നിങ്ങൾ ദൈവ ഹൃദയത്തെ തന്നെയും മോശയുടെ ഹൃദയത്തെയും നിങ്ങൾ വേദനിപ്പിച്ചു? തിരുത്തുവാനുള്ള അവസരം ദൈവം തരുമ്പോൾ അത് ഉപയോഗിക്കുക. നിങ്ങൾ മാമോന്റെ പക്ഷത്തോ ക്രിസ്തുവിന്റെ പക്ഷത്തോ എന്ന് നിങ്ങളുടെ തീരുമാനം കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് വെളിപ്പെടുത്തുന്നവരാകുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹവും അവകാശവും പദവിയും ശുശ്രൂഷയും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി ചിലത് വിട്ടുകളയുവാൻ, ചില ബന്ധങ്ങൾ വിട്ടുപിരിയുവാൻ ഇടയായാൽ നിങ്ങൾക്ക് പിന്നത്തേതിൽ അവരെ ക്രിസ്തുവിന് വേണ്ടി നേടാനാവുകയും, ക്രിസ്തുവിനെ വിട്ടുപരിയാൻ കഴിയാത്തവർ എന്നതിനുള്ള കിരീടങ്ങൾക്ക്, പ്രതിഫലങ്ങൾക്ക്, പദവികൾക്ക്, ഉയർച്ചകൾക്ക് അവകാശികളായി തീരുവാൻ ഇടയാകുകയും ചെയ്യും. ലേവിയെ പോലെ ദൈവത്തിനു വേണ്ടി എരിവുള്ളവരാകുക, ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുകയും ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ, ബലപ്പെടുവാൻ അടികൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ പക്ഷത്തുള്ളവർ, ദൈവത്തിനു വേണ്ടിയുള്ളവർ എന്ന് തെളിയിക്കുവാൻ, മാറി നിൽക്കുവാനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്നവരായി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തിന്റെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള അവസരം ഉപയോഗിക്കപ്പെടുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്രകാരം തീരുമാനിക്കുന്ന, സമർപ്പിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഇന്ന് പകലിൽ സൗഖ്യം കൽപ്പിച്ച്, അനുഗ്രഹം കൽപ്പിച്ച്, വിടുതൽ കൽപ്പിച്ച് കർത്താവ് മാനിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സമർപ്പിക്കുന്ന ജനം വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട മൻകൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല. നീക്കിടുവാനില്ല ശാപത്തെയും, പോക്കിടുവാൻ സർവശാപത്തെയും, കോപാഗ്നിയും കെടുത്തിടാൻ കർത്താവ്
നീയല്ലാതെ